ഉൽപ്പത്തി 48:11. നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് അവൻ പറഞ്ഞു. യാക്കോബ് തൻ്റെ നഷ്ടപ്പെട്ടു പോയ മകൻ യോസെഫിനെ, താൻ ഏറ്റവും സ്നേഹിച്ച തൻ്റെ പ്രിയപുത്രനെ ഒരിക്കലും കാണുമെന്ന് വിചാരിച്ചിരുന്നില്ല. താൻ ആ ദുഃഖത്തോടെ മരിക്കുമെന്നാണ് യാക്കോബ് കരുതിയിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി ദേശത്തെങ്ങും ക്ഷാമമുണ്ടാവുകയും അവർ ഭക്ഷണ സാധനങ്ങൾക്കായി ഈജിപ്തിൽ യോസെഫിൻ്റെ മുൻപിൽ പോകേണ്ടി വരികയും ചെയ്തു. അങ്ങനെയാണ് യോസെഫ് ജീവനോടെ ഉണ്ടെന്നും വലിയ അധികാരസ്ഥാനത്താണെന്നുമൊക്കെ അറിയുവാൻ ഇടയായത്. അങ്ങനെ യാക്കോബും മക്കളും ഈജിപ്തിലേക്ക് വരുവാനിടയായി. യാക്കോബിൻ്റെ മരണസമയം അടുത്തപ്പോൾ യാക്കോബ് യോസെഫിൻ്റെ മക്കളെ അനുഗ്രഹിക്കുവാൻ സാഹചര്യമൊരുങ്ങി. അപ്പോൾ യാക്കോബ് യോസെഫിനോട് പറഞ്ഞതാണ് നാം ഇവിടെ വായിച്ചത്. ഒരിക്കലും തൻ്റെ മനസ്സിൽ പോലും വന്നിട്ടില്ലാത്തൊരു ചിന്തയായിരുന്നു യോസെഫ് ജീവനോടെ ഉണ്ട് എന്നുള്ളത്. സാഹചര്യങ്ങൾ അത്രമാത്രം പ്രതികൂലമായിരുന്നു. എന്നാൽ ദൈവിക പദ്ധതി എത്രയോ ശ്രേഷ്ഠമായിരുന്നു. ആർക്കും ഒരിക്കലും ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത പദവിയിൽ യോസെഫ് എത്തിയെന്ന് മാത്രമല്ല, അവസാനം അവരുടെ രക്ഷകനും ആയിത്തീർന്നു. നമ്മുടെയൊക്കെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കുമൊക്കെ ചിറകു വെച്ചാൽ പറന്നുയരുന്നതിന് പരിധിയുണ്ട്. എന്നാൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവം, അങ്ങനെ ചെയ്യുന്ന ദൈവം നമുക്കായി കരുതിയിരിക്കുന്നത് ഏറ്റവും നല്ലതും ഏറ്റവും ശ്രേഷ്ഠമേറിയതുമാണ്. നമുക്ക് പോലും വിശ്വസിക്കുവാൻ പ്രയാസം തോന്നുമാറ് അത്ഭുതകരമായ വാതിലുകൾ ദൈവം നമുക്കായി തുറക്കും. ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്ന ദൈവം, നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരുന്ന ദൈവം, അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന ദൈവം, ഇങ്ങനെ അത്ഭുതങ്ങളുടെ കലവറയാണ് നമ്മുടെ കർത്താവ്. ആ ദൈവം നമുക്കായും അത്ഭുതങ്ങൾ ചെയ്യും. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങൾക്കായി അവിടുന്ന് ഏറ്റവും ഉത്തമമായത് കരുതിയിരിക്കുന്നത് കൊണ്ടും തക്ക സമയത്ത് അതിനെ അങ്ങ് റിലീസ് ചെയ്യുമെന്നുള്ളത് കൊണ്ടും അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.